സ്ലിംഗ് ഷോട്ട് കൊണ്ട് കുറച്ച് മീനടിച്ച് പിടിക്കുന്ന വീഡിയോ ആണ് കേട്ടോ ഇത്. വീഡിയോ കാണാം. ഫസ്റ്റ് ഷോട്ടിൽ സിലോപ്പി റെഡായി പോകണം, നമുക്ക് കാണാൻ പറ്റും. അതതിൻ്റെ മുള്ളയിൽ കയറുന്നതുകൊണ്ടാണ്. തലയിലോ മുള്ളയിലോ കയറി കഴിഞ്ഞാൽ മീനിങ്ങനെ കോമ പോലെ ആയിപ്പോൾ. ഇത് വേറൊരു സിലോപ്പിനെ ഷൂട്ട് ചെയ്തതാണ്. ഇത് വേറൊരു വരാലിനെ അടിച്ചേക്കുന്ന വീഡിയോ ആണ്. ഷൂട്ട് കിട്ടിയിട്ടില്ല അതിൽ. അത് പെട്ടെന്ന് മീൻ പൊങ്ങി വന്നപ്പം അടിച്ചുകൊണ്ട് ഷൂട്ട് ചെയ്യുന്ന വീഡിയോ കിട്ടിയിട്ടില്ല. അത്യാവശ്യം മുഴുത്ത വരാലോ, 1.5 കിലോ വലിപ്പമുള്ള വരാലായിരുന്നു. ഇത് വിയറ്റ്നാം വരാലായതുകൊണ്ടാണ് ഇത്ര വലിപ്പം വയ്ക്കുന്നത്. 2.5 കിലോ 3 കിലോ അടുത്ത് വരെ വലിപ്പമുള്ള വരാൽ നമുക്ക് ഇവിടെ നിന്നൊക്കെ കിട്ടിയിട്ടുണ്ട്. ഇത് വേറൊരു വരാലിനെ അടിച്ച് ഷൂട്ട് ചെയ്ത വീഡിയോ, സെയിം സ്പോട്ടിൽ നിന്ന് തന്നെയാണ്. അത് നമുക്ക് ഷൂട്ട് ചെയ്യുന്ന സമയത്ത് വീഡിയോ എടുക്കാൻ പറ്റിയില്ല. ഷൂട്ട് ചെയ്ത് കഴിഞ്ഞിട്ടാണ് നമ്മൾ റെക്കോർഡ് കൊടുത്തത് ക്യാമറയിൽ. ഞാനിപ്പോൾ ചാടുന്ന കാണാൻ നോക്കുന്നില്ലേ. അത് മുഴുത്ത വരാലായിരുന്നു. 1.5 കിലോ റേഞ്ചുള്ള മീനാണ് അത്. ഇത് നമ്മൾ ചേറുമീൻ അടിച്ചേക്കുന്ന വീഡിയോ. ഇതൊന്നും റെക്കോർഡ് കിട്ടിയിട്ടില്ല. ആദ്യം ഷൂട്ട് കിട്ടാത്തതുകൊണ്ടാണ്. ഷൂട്ട് ചെയ്യാൻ നേരത്ത് നമുക്ക് ക്യാമറ റെക്കോർഡ് കൊടുക്കാൻ പറ്റിയിട്ടില്ല. അങ്ങനെ പറ്റിപ്പോയതാണ്. അതുകൊണ്ട് ഞാൻ ഇതിനു മുമ്പുള്ള വീഡിയോയ്ക്കകത്തുനിന്ന് ഇത് ഇടാതിരുന്നതാണ്. ഇതിനകത്ത് നമുക്ക് മീൻ നൂല് വലിച്ചുകൊണ്ട് പോകുന്ന സൗണ്ടൊക്കെ കേൾക്കാൻ പറ്റും. റീലേന്ന് ചിക്കി ചിക്കി സൗണ്ട് കേൾക്കാം. ഒത്തിരി ലോത്ത് വിടാൻ പറ്റാത്തതിനെ പിടിച്ചെടുത്തേക്കുന്നത്. മീൻ എങ്ങനെ അടി കൊണ്ടേക്കുന്നതെന്ന് അറിയത്തില്ലാത്തതുകൊണ്ട് വലിയ ബലം കൊടുത്ത് വലിക്കാതെ നിൽക്കുന്നതാണ്. അതൊക്കെ മീനെ മടിപ്പിച്ചാണ് കയറ്റുന്നത്.
2.5 കിലോ സംതിങ് പ്ലസ് ഉള്ളൊരു ചേറുമീനായിരുന്നു അത്. ഊരിപ്പോവോ ഇല്ലയോ പൊക്കിയെടുത്ത് അവിടെ ഉടക്കി കിടക്കുന്നതുകൊണ്ട് നമുക്ക് വലിച്ചെടുക്കാൻ പറ്റുന്നില്ല. അത് ഞാൻ രണ്ടാമത് വേറൊരു റീലും കൂടെ കൈ കെട്ടിയിട്ടുണ്ട്. അതുകൊണ്ട് ഒരു ഷൂട്ടും കൂടെ ചെയ്തിട്ടാണ് ഞാൻ വലിച്ച് കരക്കി വയ്ക്കുന്നത്. അടി കൊള്ളുമ്പോൾ മീൻ ഒന്നും കൂടെ കൂടും. വലിയ നൂലായതുകൊണ്ട് നമുക്കിങ്ങനെ വലിച്ചെടുക്കാൻ പറ്റും. ഈ മീൻ 2.5 കിലോ റേഞ്ചുള്ള മീനാണ്. നമുക്ക് ഇത് ഭയങ്കരമായിട്ട് ഫൈറ്റിംഗ് ആയിരുന്നു. നമ്മുടെ കൂട്ടുകാരൻ സലാം ഒരു മീനെ അടിച്ചിട്ട് എന്നെ വിളിച്ച് ഞാൻ ചെല്ലുന്നതാണ്. രണ്ടാമതൊരു അടി കൊണ്ട് അടിച്ച് കയറ്റാൻ വേണ്ടി അവിടെ ചെന്ന് ഞാൻ കാല് തന്നെ വീഴുന്നതാണ് കണ്ടത്. ഞാനൊരു അടി അടിക്കും, അത് കൊള്ളൂല. അതിനെ ഊരി മിസ്സാവും. എനിക്ക് അപ്പുറം കിടന്നു ഇല്ല. അതൊക്കെ പഠിച്ചാൽ മതി. അപ്പുറം കിടന്നോടാ. ഇപ്പം കയറി 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 കയറിയോ? കയറി 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 മുഴുത്തവനാടാ. ആദ്യം പോയത് കയറാണോ? ആ മീൻ ആ ചോട്ടി കിടക്കുക. ഞാൻ വന്നിട്ട് ചോട്ടിലേ അത് ഞങ്ങൾ ഒരു 2 കിലോ താഴെ ഉണ്ടെന്ന് വിചാരിച്ചിരുന്ന മീനാണ്. അത് കരക്കേറിയപ്പോൾ 3-3.5 കിലോയോളം വലിപ്പമുള്ള മീനാണ്. വീഡിയോ കാണുമ്പോൾ നമുക്ക് വലിപ്പം തോന്നുന്നില്ല. ഞാൻ ഒരു 2 കിലോ ഉള്ളത് വിചാരിച്ചിരുന്നേ. 3.5 കിലോ 4 കിലോ എടുത്തിട്ട് 4 കിലോ ഉണ്ടോ? നിന്റെയാണോ കയറിക്കണേ? എൻ്റെ അടിച്ച് അപ്പുറം കിടന്നത് സെയിം ഷോട്ടില്ല. അടിയൽ രണ്ടുപേരുടെ ഒരേ 3.5 കിലോ മേലുണ്ട്. എങ്ങനെ കയറിക്കണേ? ഇത് നമ്മുടെ കൂടെയുള്ള വേറെ ചങ്ങാതി അടിച്ച് കയറ്റുന്നതാണ്. 2-2.5 കിലോയ്ക്ക് മുകളിൽ വലിപ്പമുള്ള സിലോപ്പിയാണ്. അത് കൊള്ളാം. 2.5 കിലോ 2 കിലോ മേലുണ്ട്. ഉണ്ടോ? നീ നോക്കി. ഇതാണ് 2.5 കിലോ. നീ നോക്കട്ടോ. 1.5 അല്ല മോനെ, 2 കിലോ മേലുണ്ടാവും. ജപ്രിമൻ ഇത് ഒരു വരാലിനെ അടിക്കുന്ന വീഡിയോ. അത് മുഴുത്ത വരാലാണ്. 2 കിലോയ്ക്ക് പ്ലസ് ഉണ്ടായിരുന്നു. വേണോടാ വരാല. ഇത് പൊന്മുടി ഡാമിലാണ്. എൻ്റെ അമ്മു, ഇത് എന്നോടാ ഇത്? ഈ വീഡിയോയിലെല്ലാം കാണുന്ന പല ദിവസമായിട്ട് പിടിച്ച എന്നാ പറയണേ മീനുകളുടെ വീഡിയോ ആണ്. നമ്മൾ എല്ലാം കൂടെ ഒരുമിച്ച് ചേർത്തൊരു വീഡിയോ ആയിട്ട് ഇട്ടതാണ്. ഇത്രയും വലിപ്പം ഞാൻ പ്രതീക്ഷിച്ചില്ല. പക്ഷേ ഇതൊരുമാതിരി കൊമ്പനായി. ബ്രാൻഡ് വലിപ്പം രണ്ടാ ചേരാന്ന് പറയുള്ളൂ.
അപ്പം ഈ വീഡിയോ കഴിയാണ്. അപ്പോൾ അടുത്ത വീഡിയോ പുറകെ വരുന്നതാണ്.